ഇടുക്കി ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ എത്തിയ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. കടുവയെ കണ്ടെത്താൻ സ്നിഫർ നായ്ക്കളെ എത്തിച്ചു. ഡ്രോൺ പരിശോധനയും തുടരുകയാണ്. കടുവ അവശനിലയിൽ തുടരുകയാണ് എന്നാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറയുന്നത്. അതേസമയം കടുവയെ പിടികൂടിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഗ്രാമ്പിയിലെ ജനങ്ങൾ. വനം വകുപ്പിന് വീഴ്ച ഉണ്ടായെന്നും കടുവയെ കണ്ടിട്ടും പിടികൂടുന്നില്ല എന്നും വാർഡ് മെമ്പർ ആരോപിച്ചു. നേരിട്ട് കണ്ടിട്ട് പോലും ഇതുവരെ പിടിച്ചിട്ടില്ല. അപ്പം ഇത് ഇന്ന് പിടിച്ചില്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങൾ മൊത്തത്തിൽ ഇതിന് സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത്. കുറേ പിള്ളേർ പറയുന്നത് ഞങ്ങളുടെ ജീവൻ പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇറങ്ങി പോകുന്ന പറയുന്നത്. ദൗത്യത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് 15-ാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മന്ത്രിയുടെ പ്രതികരണമുണ്ട്, അതിലേക്ക് പോകാം നമുക്ക്. കടുവ അവശനിലയിലാണ് എന്ന നിഗമനത്തിൽ ഡോക്ടർമാർ എത്തിച്ചേരുകയും ചെയ്തു. അവശനിലയിൽ മാത്രമല്ല, എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് ആ കടുവക്കുള്ളതെന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം. അങ്ങനെയുള്ളൊരു കടുവയെ മയക്കുവെടി വെച്ചാൽ അതിന് ചികിത്സിക്കാനോ രക്ഷിക്കാനോ സാധ്യമല്ല എന്നുള്ളൊരു നിഗമനത്തിൽ ആണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഗ്രാമ്പിയിൽ നിന്ന് ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, കടുവയെ വനം വകുപ്പ് കണ്ടിട്ടും പിടികൂടുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതിഷേധം. അവർ പറയുന്നത് അങ്ങനെയാണ്. വലിയ പ്രതിഷേധങ്ങളിലേക്ക് അവർ കടക്കും എന്ന മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങൾക്ക് തങ്ങളുടെ SOP അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ, കടുവ അവശനിലയിലാണ് എന്നാണ് പറയുന്നത്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? കടുവയെ കണ്ടെത്താൻ വനം വകുപ്പിന് കഴിയുന്നില്ലേ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നാട്ടുകാർ പറയുന്നതിൽ വസ്തുതയുണ്ടോ? ലക്ഷ്മി, ഇന്നലെ വൈകുന്നേരം നടത്തിയിട്ടുള്ള ഡ്രോൺ പരിശോധനയിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ വനം വകുപ്പിന് ലഭിക്കുകയുണ്ടായത്. കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയാനൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു, ലൊക്കേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് ഇന്നലെ അത്തരത്തിൽ കണ്ടിട്ട് കൂടിയിട്ടും അതിനെ പിടികൂടാനായിട്ട് വനം വകുപ്പ് തയ്യാറായിരുന്നില്ല എന്ന്. തുടർന്ന് ഇന്ന് രാവിലെ ദൗത്യം വീണ്ടും പുനരാരംഭിച്ച സമയത്ത് ഡ്രോൺ നിരീക്ഷണം നടത്തിയ സാഹചര്യത്തിൽ ഇന്നലെ കണ്ട അതേ സ്ഥലത്ത് കടുവയെ കാണാനില്ലെന്നായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. അവിടെ നിന്നും കടുവ നീങ്ങി തുടങ്ങിയതായിട്ട് വനം വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ രാവിലെ 7 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ദൗത്യം തുടങ്ങാൻ പിന്നെയും മണിക്കൂറുകൾ നീണ്ടുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡ്രോൺ വഴി നിരീക്ഷണം രാവിലെ ആരംഭിച്ചിരുന്നെങ്കിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ സ്നിഫർ നായയെ കൂടി കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു തെരച്ചിലിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. മണം പിടിച്ച് നായ ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം മണത്ത് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള തെരച്ചിൽ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കടുവയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 3 സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ടാണ് ഈ വനംവകുപ്പ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കടുവയ്ക്ക് വേണ്ടിയിട്ട്. ആദ്യത്തെ സംഘത്തെയും രണ്ടാമത്തെ സംഘത്തെയും നയിക്കുന്നത് 2 വെറ്റിനറി ഡോക്ടർമാരാണ്. മൂന്നാമത്തെ സംഘം ഡ്രോൺ നിരീക്ഷണ സംഘമാണ്. ആദ്യത്തെ സംഘത്തിൻ്റെ ഒപ്പമാണ് ഈ സ്നിഫർ നായയും അതോടൊപ്പം തന്നെ മയക്കുവെടി വെക്കുന്നതിനുള്ള ആ ഒരു ക്രമീകരണങ്ങളും ആദ്യത്തെ സംഘത്തിനൊപ്പമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു വനമേഖലയിലാണ് ഇപ്പോൾ അവർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊരു ചതുപ്പ് നിലം പോലെയാണ്, ഒരു ചതുപ്പ് ചാല് പോലെയുള്ള ഒരു പ്രദേശമുണ്ട്. അവിടെ ആയിരിക്കാം ഒരുപക്ഷെ അതിലെ ആയിരിക്കാം കടുവ നീങ്ങിയിട്ടുണ്ടാവുക എന്നാണ് ഈ വനംവകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലകളിലൊക്കെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ മയക്കുവെടി വെച്ച് അതിനെ പിടികൂടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് വനംവകുപ്പ് നമ്മളോട് DF അടക്കമുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെയാണ് മറുവശത്ത് ഇവിടെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്, ഭീതിയിലാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളിലും അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇത്തരത്തിൽ ദിവസങ്ങളായിട്ട് അവർ ഈ ഒരു കടുവ പേടിയിൽ തന്നെ നിലനിൽക്കുകയാണ്. വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്ന് പറയുന്നു. കുട്ടികൾക്ക് പലർക്കും പരീക്ഷയുണ്ട്, പരീക്ഷയ്ക്ക് പോലും പോകാനാകാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നും ഈ ഇവിടുത്തെ പ്രദേശവാസികളും ജനപ്രതിനിധികളും ഒക്കെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഇത്തരത്തിൽ ദൗത്യം വൈകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനമെന്നാണ് ജനപ്രതിനിധിയായിട്ടുള്ള അവിടുത്തെ വാർഡ് മെമ്പർ അവർ നമ്മളോടിപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നും ഇത്തരത്തിൽ ദൗത്യം പൂർത്തിയായില്ലെങ്കിൽ നാളെ മുതൽ
വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തും. നേരത്തെ മുതൽ തന്നെ വനം വകുപ്പിനോട് ഇത്തരം കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായിട്ടും നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും പ്രദേശവാസികളുടെ ആശങ്കയും അങ്ങനെ നിലനിൽക്കുകയാണ്. എന്തായാലും DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ഇന്ന് തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് കാലാവസ്ഥാ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കാലാവസ്ഥയൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയുക, കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരച്ചിൽ പൂർത്തിയായി കഴിഞ്ഞാൽ, കടുവയെ കണ്ടെത്തി കഴിഞ്ഞാൽ മയക്കുവെടി വെച്ച് അതിനെ പിടികൂടി കൂട്ടിലാക്കിയതിന് ശേഷം ഇവിടെ നിന്നും തേക്കടിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. തുടർന്ന് തേക്കടിയിൽ കൂട്ടിനുള്ളിൽ വെച്ച് തന്നെ ഇതിന് കടുവയ്ക്ക് വേണ്ട ചികിത്സ നൽകി അതിനെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനമായിരിക്കും കൈക്കൊള്ളുക എന്നാണ് ഇവർ നൽകുന്ന സൂചന. ഒപ്പം കടുവയുടെ പിൻകാലുകൾക്കാണ് നല്ല രീതിയിൽ പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. അവശ്യ നിലയിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കടുവ ഒരു സ്ഥലത്ത് തന്നെ അനങ്ങാതെ കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി അതിന് മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് വനംവകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ദൗത്യം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നിലവിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി. ഗോകുൽ രമേശാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഗ്രാമ്പി എസ്റ്റേറ്റിൽ നിന്നും.